ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ച് പുറത്തു വരാൻ സാധിച്ചത്. അതിനിടയിൽ കേരളത്തിലും ദില്ലിയിലും ഛത്തീസ്ഗഡിലുമൊക്കെ ആയിട്ട് മത മേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒക്കെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രതിഷേധങ്ങൾ നമുക്ക് കാണുകയുണ്ടായി. അത് ലോക്സഭയ്ക്കകത്തും രാജ്യസഭയ്ക്കകത്തുമൊക്കെ എംപിമാരുടെ പരസ്യമായ പ്രതിഷേധങ്ങൾ, പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുള്ള പ്രതിഷേധങ്ങൾ ഒക്കെ നമ്മുടെ രാജ്യം കണ്ടു. ഒടുവിൽ 9 ദിവസങ്ങൾക്ക് ശേഷം കന്യാസ്ത്രീകൾക്ക് ബിലാസ്പൂരിലെ NIA കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ 50,000 രൂപയുടെയും 2 ആൾ ജാമ്യത്തിൻ്റെയും പാസ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക എന്ന ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിച്ച ഉടൻ തന്നെ കന്യാസ്ത്രീകൾ ദില്ലിയിലെത്തി. ദില്ലിയിലെ കോൺവെൻറ്റിൽ അവർ താമസിക്കുന്നു. അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇപ്പോൾ പരിശോധനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ആ വിഷയം അങ്ങനെ പോകുന്നു. അതിനിടയിലാണ് ഈ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് BJPയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ചില സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലുമൊക്കെ ചില പ്രസ്താവനകൾ വരുമ്പോൾ അത് വലിയ വിവാദമാകുന്നത്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള KP ശശികല അവരുടെ ഫേസ്ബുക്കിൽ കുറിച്ച ചില കുറിപ്പുകളാണ് വലിയ ചർച്ചയ്ക്ക് കാരണമാകുന്നത്. ആ കുറിപ്പിലെ പ്രധാന കണ്ടന്റ് സ്ത്രീകളുടെ സ്ഥാനങ്ങൾ കത്തോലിക്ക സഭ പിഴുതെടുത്തു ആരോപണങ്ങളാണ്. അതായത് സ്ത്രീകളുടെ സ്ഥാനങ്ങൾ കത്തോലിക്ക സഭ പിഴുതെടുത്തു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിട്ടുള്ള KP ശശികല. നമുക്ക് അവരുടെ ഫേസ്ബുക്ക് കുറിപ്പ് എന്താണ് എന്നൊന്നും വായിക്കാം. കന്യാസ്ത്രീകൾക്കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്ത പെൺകുട്ടികളുടെ മൊഴി മാറ്റിയത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നും രാഷ്ട്രശത്രുക്കൾ ഒരുമിച്ച് തന്നെയാണെന്നും ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി KP ശശികല ആരോപിക്കുന്നു. രാഷ്ട്രശത്രുക്കൾ ഒരുമിച്ച് തന്നെ. ആ പാവം കുട്ടികളുടെ അവസ്ഥ കഷ്ടം തന്നെ. പ്രത്യേക സാമൂഹ്യ പരിരക്ഷ കിട്ടേണ്ടവരാണവർ. കഞ്ചാവും പെണ്ണുമായി ആറാട് നടക്കുന്നവനെ ആ പരിരക്ഷയിൽ പൊതിഞ്ഞു പിടിക്കാൻ വെമ്പിയവരാണ് ഈ കുട്ടികൾക്ക് അത് നിഷേധിച്ചത്. ആദിവാസികൾക്ക് വിലയിടുന്നത് സഭ ഒറ്റയ്ക്കല്ല. മതം മാറ്റം തടയാൻ ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയെ പോലുള്ളവർ ഗ്രാമാന്തരങ്ങളിൽ വളർന്നു വരണമെന്നും ശശികല കുറിപ്പിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. മതം മാറ്റം തടയാൻ പോലീസ്, കോടതി, ഭരണ സംവിധാനം, രാഷ്ട്രീയക്കാർ ഇവരെ ഒന്നും നമ്പാൻ പറ്റില്ല. മാലിന്യ സംസ്കരണം ഉറവിടങ്ങളിൽ തന്നെ എന്ന പോലെ പ്രാദേശികമായ ശ്രദ്ധയും ചെറുത്തുനിൽപ്പും മാത്രമേ ഇനി കരണീയമായിട്ടുള്ളൂ എന്ന തിരിച്ചറിവിൽ സ്വയം ജ്യോതി ശർമ്മമാരാവുക. ജ്യോതി ശർമ്മമാരെ പ്രോത്സാഹിപ്പിക്കുക, പിന്തുണയ്ക്കുക. അതായത് മതം മാറ്റം തടയാൻ, ആ മതം മാറ്റം തടയുന്നതിന് വേണ്ടി രാജ്യത്തെ രാഷ്ട്രീയക്കാരോ പോലീസോ കോടതിയോ നിയമ സംവിധാനമോ ഒന്നിലും നമ്മൾ വിശ്വസിക്കരുത്. അവരൊന്നും അതിനെത്തുകയില്ല. പകരം ബജ്രംഗ് ദൾ നേതാവായിട്ടുള്ള ജ്യോതി ശർമ്മയെ പോലുള്ള ആളുകൾ ഗ്രാമാന്തരങ്ങളിൽ നടന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, മാലിന്യ സംസ്കരണം ഉറവിടങ്ങളിൽ തന്നെ എന്ന് പറയുന്നത് പോലെ മതം മാറ്റാനുള്ള ശ്രമങ്ങൾ അവിടെ തന്നെ ചെറുത്തു തോൽപ്പിക്കാൻ ഉള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് KP ശശികല പറയുന്നത്. ഇതുകൂടാതെ കത്തോലിക്ക സഭ 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെയുള്ള 250 വർഷക്കാലം ഗോവയിൽ കണ്ണില്ലാത്ത ക്രൂരത നടത്തിയതായും ശശികല പറയുന്നു. ബ്രസ്റ്റ് റിപ്പർ എന്ന പേരിൽ ഒരു ഉപകരണത്തിൻ്റെ ചിത്രം പങ്കുവച്ചാണ് ഈ ആരോപണം. ചിത്രത്തിൽ കാണുന്നത് ബ്രസ്റ്റ് റിപ്പർ, അതായത് മതം മാറാൻ വിസമ്മതിക്കുന്നവരും മതം മാറിയിട്ടും രഹസ്യമായി പഴയ ദൈവങ്ങളെ ആരാധിക്കുന്നവരും ആയ സ്ത്രീകളെ പിടിച്ച് അവരുടെ സ്ഥാനങ്ങൾ പിഴുതെടുക്കാൻ ഉപയോഗിക്കുന്ന ചവണ. ഇതുപോലെ അല്പാൽപമായി പ്രഷർ കൊടുത്ത് കാൽമുട്ടിലെ ചിരട്ട തകർക്കുന്ന ഉപകരണം, പണിയെടുത്ത് ജീവിക്കാൻ കഴിയാതിരിക്കാൻ കയ്യിലെ തള്ളവിരൽ തകർക്കുന്ന ഉപകരണം, ആണികളുള്ള റോളറുകൾ ഘടിപ്പിച്ച ബെഞ്ചിൽ ഉരുട്ടുക, തലകീഴായി കെട്ടിത്തൂക്കി അറക്കവാൾ കൊണ്ട് 2ആയി അറുക്കുക, മുഖത്ത് ഒരു മാസ്ക് വെച്ച് ആ മാസ്കിൻ്റെ കണ്ണിൻ്റെ ഭാഗത്തുള്ള സ്ക്രൂ മുറുക്കി വളരെ സാവധാനം കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുക, കഴുത്തിൽ ഒരു സ്ക്രൂ സംവിധാനം മുറുകി കശേരുക്കൾ തകർക്കുക. അങ്ങനെ ഡസൻ കണക്കിന് കൊടിയ പീഡന ഉപകരണങ്ങൾ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കേൾക്കുന്ന ഏറ്റവും വലിയ ക്രൂരമായ പീഡനങ്ങളുടെ കഥകളാണ് ഇപ്പോൾ KP ശശികല തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ഏകദേശം 250 വർഷക്കാലം സ്ത്രീകൾ, അതായത് മതം മാറ്റം വിസമ്മതിക്കുന്ന സ്ത്രീകൾ, മതം മാറിയതിന് ശേഷവും താൻ മുൻപ് ആരാധിച്ചിരുന്ന ആ ദൈവങ്ങളെ ആരാധിക്കുന്ന സ്ത്രീകൾ അവരുടെ സ്ഥാനങ്ങൾ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന പ്രത്യേകതരം ഉപകരണം, അതായത് ചവണ പോലുള്ള സാധനം, സ്ഥാനങ്ങൾ അതിനകത്ത് ഇറുക്കി പിടിച്ച് പ്രസ് ചെയ്ത് വലിച്ച് പുറത്തേക്കെടുക്കുക എന്നതാണ് ശശികല പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഉപകരണങ്ങൾ, മുട്ടിൻ്റെ ചിരട്ട പതുക്കെ പ്രസ് ചെയ്ത് ചിരട്ട പൊട്ടിക്കുന്ന ഉപകരണം,
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കണ്ണിൻ്റെ മുഖത്ത് ഒരു മാസ്ക് പോലുള്ള ഒരു സാധനം വെക്കുക, കണ്ണിൻ്റെ അവിടെ 2 സ്ക്രൂ വെച്ച് പ്രസ് ചെയ്തിട്ട് കണ്ണ് പൊട്ടിച്ച് കളയുക, പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ വിരലുകൾ മുറിച്ച് കളയുക, അങ്ങനെ ഉള്ള ക്രൂരമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഈ പറയുന്ന സഭ. അതുകൊണ്ട് തന്നെ സഭ സ്ത്രീകളെ വളരെ രീതിയിൽ ഉപദ്രവിച്ചിട്ടുള്ള ഒരു സഭയാണ് എന്നാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ശശികല പറയുന്നത്. അവസാനിച്ചിട്ടില്ല, നമുക്ക് ബാക്കി കൂടെ നോക്കാം. ഇമാതിരി പീഡനം നടത്തിയ അവിശ്വാസികളെ ശിക്ഷിച്ച് മതം മാറ്റണം എന്ന പദ്ധതി രൂപീകരിച്ച പുരോഹിതൻ ഇന്ന് വാഴ്ത്തപ്പെട്ടവനാണ്. ആ പുരോഹിതൻ്റെ പേരിൽ ഇവിടെ ദേവാലയങ്ങളുണ്ട്. കൃത്യമായി ക്രിസ്ത്യൻ പുരോഹിതരുടെ മേൽനോട്ടത്തിലാണ് ഓരോ ഇരകളും ഈ ഉപകരണങ്ങൾ വെച്ച് കൊല്ലാക്കൊല ചെയ്യപ്പെട്ടിരുന്നത്. വ്യാജമാണ് എന്ന വാദം വിലപ്പോവില്ല. കാരണം കത്തോലിക്കർ ലോകം മുഴുവനും ഇൻക്വിസിഷൻ ഉപയോഗിച്ചിരുന്ന ഇത്തരം പീഡന ഉപകരണങ്ങൾ ഇപ്പോഴും പല മ്യൂസിയങ്ങളിലും ഉണ്ട്. അതായത് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ പലതും ഇപ്പോഴും പല മ്യൂസിയങ്ങളിലുണ്ട്. ഇതിന് പീഡനത്തിന് നേതൃത്വം കൊടുത്ത പുരോഹിതന്മാരുടെ പേരിൽ ഇപ്പോൾ രാജ്യത്ത് പലയിടങ്ങളിലും ദേവാലയങ്ങളുണ്ട്. അവർ ആരാധനാപാത്രങ്ങളാകുന്നു എന്നതാണ് ശശികലയുടെ ആരോപണം. ISIS തോറ്റുപോകുന്ന അക്കാലത്തെ പീഡനം ഭയന്ന് പലായനം ചെയ്തവർ ഇന്നും കേരളത്തിലും കർണാടകയിലും മഹാരാഷ്ട്രയിലുമുണ്ട്. വ്യക്തിപരമായ മതവും വിശ്വാസവും ഒക്കെ ആർക്കുമാകാം. ഭൂതകാലത്തിലെ ഇത്തരം നിഷ്ഠൂരമായ നൃശംസയ്ക്ക് പശ്ചാത്താപവും തിരുത്തലും വേണമെന്നുണ്ടെങ്കിൽ അതും ആവാം. പക്ഷെങ്കിൽ കത്തോലിക്കൻ സായിപ്പന്മാർ കപ്പൽ കയറി വന്നില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഇപ്പോഴും കോണകമുടുത്ത് നടന്നേനെ എന്നൊക്കെ മീഡിയയിലോ കവലയോ പുലമ്പാൻ നിന്നാൽ ഈ പൈശാചിക ഭൂതകാലത്തിനും മറുപടി പറയേണ്ടി വരും. ബ്രസ്റ്റ് റിപ്പർ എന്നത് മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇൻക്വിസിഷൻ കാലഘട്ടത്തിൽ സ്ത്രീകളെ പീഡിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമായിരുന്നുവെന്നും ഇവർ വിശദീകരിക്കുന്നു. ഇത് സ്ത്രീകളുടെ സ്തനങ്ങൾ വലിച്ചു കീറാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഇരുമ്പ് ഉപകരണമാണ്. സാധാരണയായി ചൂടാക്കിയ ശേഷമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. മതപരമായ കുറ്റകൃത്യങ്ങൾ, മന്ത്രവാദം തുടങ്ങിയ ആരോപണങ്ങൾ നേരിടുന്ന സ്ത്രീകളെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. കത്തോലിക്ക സഭയുടെ അധികാരപരിധിയിലുണ്ടായിരുന്ന ഇൻക്വിസിഷൻ കോടതികളാണ് ഇത്തരം ക്രൂരമായ പീഡനമുറകൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഈ ഉപകരണം സ്പൈഡർ എന്നും അറിയപ്പെട്ടിരുന്നു. ഇതുപയോഗിച്ചുള്ള പീഡനം അതിക്രൂരമായ ഒന്നായിരുന്നു. ഈ ഉപകരണത്തിൻ്റെ ചിത്രങ്ങളും മാതൃകകളും ചില മ്യൂസിയങ്ങളിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. കേസ് പിൻവലിക്കുന്നതും നിയമ നടപടികൾ അവസാനിപ്പിക്കുന്നതും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ കൊഞ്ഞനം കുത്തുന്നതിന് സമമാണെന്നും ഇവർ ആരോപിച്ചു. കുമാർജി, സെൻകുമാർ, സുരേന്ദ്രൻ എന്നിവരോടൊപ്പം എൻ്റെ പേരിലും ശബരിമല ആചാരലംഘനത്തിൻ്റെ പേരിൽ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് കേസുകളുണ്ട്. പക്ഷേ ഈ കേസുകളൊന്നും പിൻവലിക്കാൻ വേണ്ടി ഞങ്ങളാരെയും നിർബന്ധിക്കുകയോ ആരുടെ മേലും പ്രഷർ ചെലുത്തുകയോ ചെയ്തിട്ടില്ല. ആകെ 9 കേസുകളാണ് 7 വർഷക്കാലം കൊണ്ട് പിൻവലിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആ കേസുമായിട്ട് നടക്കുന്നു. നമ്മൾ ആരെയും പ്രഷർ ചെലുത്തുന്നില്ല ഈ കേസുകളെല്ലാം പിൻവലിക്കണം എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് കന്യാസ്ത്രീകൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി സഭാ നേതൃത്വവും രാഷ്ട്രീയവും ഒക്കെ ഒന്നടങ്കം ഒരുപോലെ നിരത്തിലിറങ്ങുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏകദേശം 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ 250 വർഷക്കാലം മതം മാറാൻ വിസമ്മതിക്കുകയും അതോടൊപ്പം മതം മാറിയതിന് ശേഷം താൻ മുൻപ് ആരാധിച്ചിരുന്ന ദൈവങ്ങളെ വീണ്ടും രഹസ്യമായി ആരാധിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുടെ സ്തനങ്ങൾ മുറിച്ചു മാറ്റാൻ ഒരു ചവണ പോലുള്ള ഉപകരണം, ബ്രസ്റ്റ് റിപ്പർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ച് സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുള്ളതാണ് കത്തോലിക്ക സഭ എന്നാണ് KP ശശികലയുടെ ആരോപണം. ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടത്തിയിട്ടുള്ള കത്തോലിക്ക സഭയ്ക്ക് ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ, പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാനൊന്നും വലിയ അവകാശമില്ല എന്നതാണ് KP ശശികല ആരോപിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശശികലയെ പോലുള്ളവർ, ഒരു പ്രത്യേക സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പറയുമ്പോൾ അവർ പറയുന്ന ഓരോ വാക്കുകൾക്കും ഉത്തരവാദിത്വം ഉണ്ടാകണം. പ്രത്യേകിച്ച് ഒരു സഭയെ ഒന്നടങ്കം അധിക്ഷേപിക്കുമ്പോൾ. എന്തായാലും KP ശശികലയുടെ വാക്കുകൾ ഇപ്പോൾ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാകുന്നുണ്ട്. സഭയുടെ നേതൃത്വം തന്നെ പല രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.